ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാം. നമുക്ക് സവാളയും കിഴങ്ങും കുറച്ച് ബീൻസും ക്യാരറ്റും ചേർത്താൽ മതിയാവും. വേറെ മറ്റുള്ള കഷ്ണങ്ങളും വേണമെങ്കിൽ ചേർക്കാം. നമ്മളിവിടെ ഇത്രയേ ചേർത്തിട്ടുള്ളൂ. പച്ചപ്പട്ടാണി കൊഴുത്തതൊക്കെ ചേർക്കാം. നമ്മൾ കിഴങ്ങും സവാളയും ബീൻസും ക്യാരറ്റും മാത്രം ചേർത്തിട്ടുള്ളൂ. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുറുമയാണിത്. വേണ്ടുന്ന പച്ചമുളകും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എരിക്ക് നമ്മൾ പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവസാനത്തെ പാൽ കുറച്ച് വേവാൻ വേണ്ടിയിട്ട് അവസാനത്തെ പാലും ചേർത്ത് നമുക്ക് നല്ലപോലെ ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു വിസിൽ കേട്ട് നമുക്കൊരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് നമ്മുടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ പാലും നല്ലപോലെ ചേർത്ത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അവസാനത്തെ പാൽ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കുറച്ചൊന്ന് തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാലും നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കടുക് താളിക്കാം. നമ്മൾ കടുക് താളിച്ച് കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ കടുകിലൊന്ന് മൂപ്പിച്ച് നമുക്കിതിൽ ചേർക്കാം. അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.